ഹലോ, വെൽക്കം ബാക്ക്. മാർക്ക് അക്കാഡമിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കെമിസ്ട്രിയുടെ ഒരു അധ്യായം ഏകദേശം നമ്മൾ തീർത്തു. സെയിം ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള പോർഷൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് പീരിയോഡിക് ടേബിളിലുള്ള 118 എലമെൻറ്റിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എഴുതി പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, എല്ലാ എലമെൻസും അതിൻ്റെ അവസാനം ഓരോ ബ്ലോക്കിലാണ് അവസാനം. ഇപ്പോൾ ചിലത് എസ്സിൽ അവസാനിക്കുന്നതായിരിക്കും, ചിലത് പിയിലായിരിക്കും, ചിലത് ഡിയിലായിരിക്കും, ചിലത് എഫിലായിരിക്കും. അങ്ങനെ ഓരോ എലമെൻസും ഓരോ സബ്ഷെല്ലിലാണ് അവസാനം ഫില്ലാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിളിലുള്ള 118 എലമെൻറ്റിനെയും നമ്മൾ ഓരോ ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയാം. അതായത് എസ് ബ്ലോക്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെ എസ് ബ്ലോക്ക് എലമെൻറ്റുകളെന്നും, പി ബ്ലോക്കിലാണെങ്കിൽ അതിന് പി ബ്ലോക്ക് എലമെൻ്റ് എന്നും, ഡിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെ ഡി ബ്ലോക്ക് എന്നും, എഫിലാണെങ്കിൽ അതിനെ എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയാം. അങ്ങനെ പീരിയോഡിക് ടേബിളിലുള്ള ടോട്ടൽ എലമെൻറ്റുകളെ നമ്മൾ ഓരോ ബ്ലോക്ക് ആക്കി അറേഞ്ച് ചെയ്യുമ്പോൾ ഏകദേശം അതിൻ്റെ രൂപം ഇങ്ങനെയാണ് വരിക. അതായത് ഈ ഗ്രൂപ്പ് 1 and 2 എല്ലാ എലമെൻറ്റുകളും അതിന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കൽ എസ്സിലായിരിക്കും. അതുകൊണ്ട് ഇവയെ നമ്മൾ പൊതുവായിട്ട് എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ എന്നാണ് പറയുക. ഇനി ഗ്രൂപ്പ് നമ്പർ 13 മുതൽ 12 വരെ, അതായത് 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വരെയുള്ള ഗ്രൂപ്പുകൾ, അതിലുള്ള എല്ലാ എലമെൻറ്റുകളും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ അത് അവസാനിക്കൽ ഡി സബ്ഷെല്ലിലായതുകൊണ്ട് അതിനെ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുന്നു. ഇനി 13 മുതൽ 18 വരെയാണെങ്കിൽ ഉള്ള എല്ലാ എലമെൻറ്റിൻ്റെയും പ്രത്യേകത, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കാറുള്ളത് പി ബ്ലോക്കിലായതുകൊണ്ട് അതിനെ പി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുന്നു. ഇനി ലാസ്റ്റ് ലന്താനത്തിനും ആക്റ്റീവത്തിനും ശേഷമുള്ള എല്ലാ എലമെൻറ്റുകളും നമ്മൾ എഫ് ബ്ലോക്ക് എന്നാ പറയുക. അതിനുള്ള കാരണം അവയുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കാറുള്ളത് എഫ് സബ്ഷെല്ലിലാണ്. ഓക്കെ, അതുകൊണ്ട് പീരിയോഡിക് ടേബിളിലുള്ള മൊത്തം എലമെൻറ്റുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത് എസ് പി ഡി എഫ്. അതായത് 1 to എസ്സിൽ, 3 to 12 ഡിയിൽ, 13 to 18 എഫിൽ, ആൻഡ് പീരിയഡ് 6ലും 7ലും കാണുന്ന ലന്താനത്തിനും ആക്റ്റീവത്തിനും ശേഷമുള്ളതിന് എഫ് ബ്ലോക്ക് എലമെൻസുകളും എന്ന് പറയുന്നു. അതിന് പറയാനുള്ള കാരണം എന്താണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതൊന്നുമല്ല നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളത്. സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളത് ഒരു എലമെൻറ്റ് തരും, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ ശേഷം അതിൻ്റെ ബ്ലോക്ക് ഏതാണ്, അതിൻ്റെ പീരിയഡ് ഏതാണ്, അത് ഏത് ഗ്രൂപ്പിൽ പെടുന്ന എലമെൻ്റാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അതായത് ഒരു എലമെൻറ്റ് തരും, ആ എലമെൻറ്റ് ഏത് ബ്ലോക്കിൽ പെടുന്നു, ഏത് പീരീഡിൽ പെടുന്നു, ഏത് ഗ്രൂപ്പിൽ പെടുന്നു, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് സാധാരണ എക്സാമിന് എഴുതാൻ ചോദിക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു എലമെൻറ്റ് തന്നാൽ അതിൻ്റെ ബ്ലോക്ക് കാണുക, അതിൻ്റെ പീരീഡ് കാണുക, അതിൻ്റെ ഗ്രൂപ്പ് കാണുക എന്നാണ് പഠിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. മഗ്നീഷ്യം എന്നൊരു എലമെൻ്റ് ഉണ്ട്. മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. നിങ്ങൾ കാണുന്ന പോലെ 12 ആണ് മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ. സ്വാഭാവികമായിട്ടും അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6 ആൻഡ് 3s2 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് എഴുതുന്ന രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ, അവസാനത്തെ സബ്ഷെൽ നിറയുന്ന ഇത് ഏതിലാണോ അതിൻ്റെ നമ്പറാണ്, അതാണ് അതിൻ്റെ ബ്ലോക്ക്. അതായത് ഇപ്പോൾ 3s2ലാണ് ഇതിൻ്റെ അവസാനത്തെ ലെറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ 3s2, അപ്പോൾ അതിലുള്ള സബ്ഷെൽ ഏതാണ്, എസ് സബ്ഷെല്ലിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇത് എസ് ബ്ലോക്ക് എലമെൻ്റ് ആണെന്ന് പറയാം. ഇനി ഇത് പിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് പി ബ്ലോക്ക് എലമെൻ്റ് ആയേനെ. പക്ഷെ ഇത് മഗ്നീഷ്യം അവസാനിച്ചത് 3s2ലാണ്. അപ്പോൾ അവസാനം നിറഞ്ഞ സബ്ഷെൽ എസ്സിലാണതുകൊണ്ട് ഇത് എസ് ബ്ലോക്ക് എലമെൻ്റ് ആണെന്ന് പറയാം. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ നിറഞ്ഞ സബ്ഷെൽ ഏതാണോ അതാണ് അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പീരീഡ് എങ്ങനെ കാണാം? പീരീഡ് കാണാൻ അവസാനം ലാസ്റ്റ് നിറഞ്ഞ സബ്ഷെല്ല്, ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലായ സബ്ഷെല്ല് ഏതാണോ അതിൻ്റെ സബ്ഷെൽ നമ്പർ ആയിരിക്കും പീരിയഡ് നമ്പർ.
അതായത് ഇപ്പോൾ അവസാനം പറഞ്ഞിട്ടുള്ളത് 3s2ലാണ്, എസ്സിലാണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ നമ്പർ എത്രയാണ്? 3ആണ്. സബ്ഷെല്ലിൻ്റെ നമ്പർ 3 ആയതുകൊണ്ട് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു എക്സാമ്പിളാണ് ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ 17ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s2 ആൻഡ് 3p5 എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലോക്ക് ഏതെന്ന് അറിയാം. അവസാനം നിറഞ്ഞത് പി ബ്ലോക്കിലായതുകൊണ്ട് അത് പി ബ്ലോക്ക് എലമെന്റ് ആണ്, ബ്ലോക്ക് പി ആണ്. അതിന്റെ പീരീഡ് എന്തായിരിക്കും? അവസാനം നിറഞ്ഞ ഇലക്ട്രോണിന്റെ സബ്ഷെല്ലിന്റെ നമ്പർ എത്രയാണോ അതാണ് അതിന്റെ പീരീഡ്. അവസാനം നിറഞ്ഞത് പി ബ്ലോക്ക് 3p-യിലാണ്, അതുകൊണ്ട് അതിന്റെ സബ്ഷെൽ നമ്പർ 3 ആണ്. അപ്പൊ അതിന്റെ പീരീഡും 3 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പീരീഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു, ബ്ലോക്കും കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് എല്ലാ എലമെന്റിനും അങ്ങനെ തന്നെയാണ്, പീരീഡും ബ്ലോക്കും കണ്ടുപിടിക്കാൻ. പക്ഷേ ഗ്രൂപ്പ് നമ്പർ ഓരോ എലമെന്റിനും വേറെ വേറെയാണ്. അതായത് എസ് ബ്ലോക്കിലുള്ള എലമെന്റിന് ഒരു പ്രത്യേക രീതി ചെയ്താൽ മാത്രമേ അതിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് കിട്ടുള്ളൂ. പി ബ്ലോക്കിലാണെങ്കിൽ അതിന് പ്രത്യേക രീതി ചെയ്താൽ മാത്രമേ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഓരോന്നിലും എങ്ങനെയാണ് ആ എലമെന്റിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എക്സ് ബ്ലോക്ക് നോക്കാം. എസ് ബ്ലോക്ക് എലമെന്റിന്റെ ബ്ലോക്കും പീരീഡും കണ്ടുപിടിക്കാൻ നമ്മൾക്കറിയാം, എല്ലാ എലമെന്റും പോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ അവസാനം നിറഞ്ഞ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അതാണ് അതിന്റെ ഗ്രൂപ്പ്. അവസാനം പറഞ്ഞ എന്തായാലും എസ് സബ്ഷെല്ലിലായിരിക്കും, കാരണം എസ് ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട്. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. അതിൽ ഒന്നാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന്, രണ്ടാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നു. നെക്സ്റ്റ് പി ബ്ലോക്ക് ആണെങ്കിൽ അങ്ങനെയല്ല. പി ബ്ലോക്ക് ആണെങ്കിൽ അവസാനത്തെ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ നിറഞ്ഞിട്ടുണ്ട് പ്ലസ് അതിനോട് കൂടി നമ്മൾ 12 കൂട്ടിയാൽ എത്രയാണ് ആൻസർ, അതാണ് അതിന്റെ ഗ്രൂപ്പ്. ഇപ്പൊ അവസാനത്തെ സബ്ഷെല്ലിൽ ഇങ്ങനെയാണ്, അതായത് 3p3 എന്നാണെങ്കിൽ 3p3 എന്നാണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് ഏതായിരിക്കും? ആ 3p3യിലുള്ള 3യോട് കൂടി 12 കൂട്ടിയാൽ 3 + 12 15 എന്നായിരിക്കും അതിന്റെ ഗ്രൂപ്പ്. നെക്സ്റ്റ് ഡി ബ്ലോക്ക് എലമെന്റ്. ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഒന്ന് പോസ് ചെയ്യും. നെക്സ്റ്റ് ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റിൽ ഇതുമല്ല, വ്യത്യാസമുണ്ട്. നമ്പർ ഓഫ് ലാസ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ഡി പ്ലസ് നമ്പർ ഓഫ് ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ എസ്. അതായത് അവസാനത്തെ ഡിയിലും എസിലും ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസുകളാണ് നമ്മൾ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കാണാൻ ഉള്ള മാർഗം. അതായത് എസും പിയും ഡിയും നമ്മൾ പറഞ്ഞു. ഇതാണ് സാധാരണ നമ്മൾ എക്സാമിന് ചോദിക്കുന്ന 3 ഗ്രൂപ്പിൻ്റെത്. എസ് ബ്ലോക്കിലാണെങ്കിൽ അവസാനത്തെ സബ്ഷെല്ലിൽ ഇലക്ട്രോൺ തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പും. പി ബ്ലോക്കിലാണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ നിറഞ്ഞ ഇലക്ട്രോൺസിനോട് കൂടി 12 കൂട്ടണം. ഡിയിലാണെങ്കിൽ അവസാനത്തെ ഡി സബ് ഷെല്ലിൽ എത്രയുണ്ട്, അതുപോലത്തെ അവസാനത്തെ എസ് സബ് ഷെല്ലിലും എത്രയുണ്ട് എന്നുകൂടി നോക്കിയാൽ അതാണ് അതിൻ്റെ ഗ്രൂപ്പ്. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ നമ്മൾക്ക് അറിയാവുന്നത് പോലെ 11 ആണ്. അപ്പോൾ 11 എന്നതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s1 എന്നായിരിക്കും. അപ്പോൾ ഇതിന്റെ ബ്ലോക്ക് എന്തായിരിക്കും? ലാസ്റ്റ് നിറഞ്ഞിട്ടുള്ളത് എസ് സബ്ഷെല്ലിലായതുകൊണ്ട് എസ് ബ്ലോക്ക് ആണ് അത് എലമെന്റ്. അതിന്റെ പീരീഡ് എന്താണ്? അവസാനം നിറഞ്ഞ സബ്ഷെല്ലിന്റെ നമ്പർ തന്നെയാണ് അതിന്റെ പീരീഡ്. അത് എത്രയാണ്? 3s1 എന്നായതുകൊണ്ട് 3s. എസ് മൂന്നാമത്തെ സബ്ഷെല്ലിലാണ്, മൂന്നാമത്തെ എസ്സിലാണ്. സോ പീരീഡ് 3. അതിന്റെ ഗ്രൂപ്പ് എന്താ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എസ് ബ്ലോക്കാന്ന് പറഞ്ഞു അല്ലേ? സ്വാഭാവികമായിട്ടും എസ് ബ്ലോക്ക് ഉള്ളതിന്റെ ഗ്രൂപ്പ് എങ്ങനെ കാണാന്നാ പറഞ്ഞിട്ടുള്ളത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ലാസ്റ്റ് സബ്ഷെൽ എന്നാണ്. അതായത് അവസാനം നിറഞ്ഞ സബ്ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 3s1. അതായത് അവസാനം നിറഞ്ഞ സബ്ഷെല്ല് 3s ആണ്. അതിൽ എത്ര ഇലക്ട്രോൺ നിറഞ്ഞിട്ടുണ്ട്? 1. അതുകൊണ്ട് അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പില് പീരീഡ് നമ്പർ 3യില് കാണപ്പെടുന്ന ഒരു എലമെന്റ് ആണ് സോഡിയം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫോസ്ഫറസ്. അതിന്റെ ആറ്റോമിക് നമ്പർ 15 ആണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുക? 1s2, 2s2, 2p6, 3s2, 3p6 ആണല്ലോ. സോ അതിന്റെ ബ്ലോക്ക് എന്താണ്? 3p3യിൽ അവസാനിക്കുന്നത് കൊണ്ട് അതിന്റെ ബ്ലോക്ക് പി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് മനസ്സിലായി. അതിന്റെ പീരീഡ് എത്രയാണ്? അവസാനം പറഞ്ഞ സബ്ഷെൽ നമ്പർ എത്രയാണ്? 3 ആണ്. 3p3 എന്ന് പറയുമ്പോൾ 3 ആണല്ലോ പിയുടെ സബ്ഷെൽ നമ്പർ. അപ്പൊ 3 ആണ് പീരീഡ്. ഗ്രൂപ്പ് എങ്ങനെ കാണാം? ഗ്രൂപ്പ് ഞാൻ പറഞ്ഞിരുന്നു, പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് കാണാനുള്ള മാർഗം അവസാനത്തെ സബ്ഷെല്ലിൽ നിറഞ്ഞ ഇലക്ട്രോൺസിന്റെ എണ്ണം പ്ലസ് 12 കൂട്ടി കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അവസാനത്തെ എത്ര ഉണ്ട്?
ഗ്രൂപ്പിൽ 3p3 അതായത് 3 ഇലക്ട്രോൺ ആണ് അവസാനത്തെ സബ്ഷെല്ലിലുള്ളത്. അതിനോടുകൂടി 12 കൂട്ടിയാൽ 3 + 12 15 കിട്ടി നമുക്ക്. അപ്പോൾ 15 ആണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്നും കിട്ടി. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഉള്ളത് ക്രോമിയാണ്. ക്രോമിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 3d5 4s1 എന്നാണ് എഴുതുക. ഓക്കെ, ക്രോമിയത്തിൻ്റെ. അതിൻ്റെ കാരണം ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഏതായിരിക്കും? അവസാനം എന്ന് പറയുന്നത് ശരിക്ക് ഡി ബ്ലോക്ക് ആണ്, ഡി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ബ്ലോക്ക് ഡി ആണ്. ഇനി അതിൻ്റെ പീരീഡ് എന്തായിരിക്കും? പീരീഡ് ശരിക്കും എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ല. പീരീഡ് ഇതിൽ ഏറ്റവും വലിയ സബ്ഷെൽ നമ്പർ ഏതാണ്? 4 ആണ്. 4 തന്നെയാണ് ശരിക്കും അവസാനം നിറയേണ്ടതും നമ്മൾ എഴുതുന്ന ക്രമത്തിലാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ പീരീഡ് എത്രയാണ്? 4 ആണ്. ഇനി അത് ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്താം? ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറയുന്നു, ഡി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് സബ്ഷെല്ല്. അതായത് ഡിയിലും എസിലും ഉള്ള സബ്ഷെല്ലുകളിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ. അതായത് ഡിയിൽ എത്രയുണ്ട്? 5 ആണ്. എസിൽ എത്രയുണ്ട്? 1 ആണ്. അപ്പോൾ 5 + 6 5 + 1 അതായത് 6 ആണ് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എസിൻ്റെയും പിൻ്റെയും ഡിയുടെയും ബ്ലോക്ക് എലമെൻറ്റുകളുടെ ഗ്രൂപ്പ് കാണുന്നത് വ്യത്യസ്ത രീതിയിലാണെന്ന് മനസ്സിലാക്കിക്കുക. പക്ഷെ ഇതൊന്നുമല്ല നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. ക്വസ്റ്റ്യൻ വരുന്ന രീതി ഇങ്ങനെയാണ്: എ ബി സി അല്ലെങ്കിൽ വൈ എക്സ് എന്നോ എന്തെങ്കിലും ഒരു നെയിം കൊടുത്തിട്ട് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും. ഇപ്പം ഞാൻ ഇവിടെ എഴുതിയുള്ളത് y = 3s2 3p6. അതായത് ആ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അവസാനത്തെ ഭാഗം എഴുതിയിട്ടുണ്ട്. y എന്ന എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അവസാനത്തെ ഭാഗം ഞാൻ എഴുതിയിട്ടുണ്ട് 3s2 3p6 എന്നാണ്. ഇനി ക്വസ്റ്റ്യൻ ഇത് ഈ y എന്ന എലമെൻറ്റ് ഏത് ബ്ലോക്കിൽ വരുന്നു, ഏത് പീരീഡിൽ വരുന്നു, ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. സിമ്പിളാണ്. ബ്ലോക്ക് ഏതാണെന്ന് നമുക്കറിയാം. അവസാനം എന്ന് പറഞ്ഞിട്ടുള്ളത് 3p6 ആണ്. അതുകൊണ്ട് ഇത് ബ്ലോക്ക് പി ആണ്, പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഇതിന് പീരീഡ് എങ്ങനെ കണ്ടെത്താം? ഇതിൽ അവസാനം എന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ സബ്ഷെൽ നമ്പർ ഏതാണ്? 3 ആണ്. അവസാനം എന്ന് പറഞ്ഞിട്ടുള്ളത് 3p-യിലാണ്. സോ പീരീഡ് 3 ആണ്. അതിൻ്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്തുക? പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് കണ്ടെത്തുന്ന രീതി അവസാനം നിറഞ്ഞ സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം പ്ലസ് അതിനോടുകൂടി 12 കൂട്ടുന്നതായിരുന്നു. അവസാനം നിറഞ്ഞ സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകളുണ്ട്. അതിനോടുകൂടി 12 കൂട്ടി, അതായത് 6 + 12 = 18. ഓക്കെ, അപ്പോൾ ഇത് 18ാമത്തെ ഗ്രൂപ്പിലുള്ള ഒരു എലമെൻ്റാന്ന് കിട്ടി. ഇനി ഇത് ഏത് എലമെൻ്റാണെന്ന് എങ്ങനെ മനസ്സിലാക്കിയെടുക്കും? അത് സിമ്പിളാണ്. കാരണം ഇവിടെ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി തന്നിട്ടുണ്ടല്ലോ അവസാനം 3s2 3p6 എന്ന്. അപ്പോൾ അത് മൊത്തത്തിൽ എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മൊത്തം 18 ഇലക്ട്രോണുകളുണ്ട്. സ്വാഭാവികമായിട്ടും അത് 18 എന്ന നമ്പറുള്ള ആറ്റോമിക് നമ്പറുള്ള എലമെൻ്റ് ആയിരിക്കും. 18 ആറ്റോമിക് നമ്പറുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് അത് ആർഗനാണ്. ഓക്കെ, അപ്പോൾ ആർഗൻ്റെ ആറ്റോമിക് നമ്പറിന് വെച്ചിട്ട് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി എഴുതി വെച്ചാൽ നമുക്കതിൽ ഫുൾ സ്കോർ വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ എസ് ആയിക്കോട്ടെ, പി ആയിക്കോട്ടെ, ഡി ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ പീരിയഡും അതിൻ്റെയൊക്കെ ബ്ലോക്കും കാണുന്നതിന് വലിയ പ്രയാസമില്ല, വളരെ സിമ്പിളായിട്ട് കാണാം. പക്ഷെ ഓരോന്നിൻ്റെ ഗ്രൂപ്പ് കാണുന്നത് വ്യത്യസ്ത രീതിയിലാണ്. എസ് ബ്ലോക്ക് ആണെങ്കിൽ അതിലുള്ള അവസാനം നിറഞ്ഞ സബ്ഷെല്ലിലുള്ള എണ്ണം എത്ര ഇലക്ട്രോണുള്ളൂ അത് തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ്. പക്ഷെ പിയിൽ അങ്ങനെയല്ല. പിയിൽ അവസാനം നിറഞ്ഞ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടു കൂടി 12 കൂട്ടണം. ഡി ആണെങ്കിൽ അവസാനം നിറഞ്ഞ ഡി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം പ്ലസ് അവസാനം നിറഞ്ഞ എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടിയാൽ എത്രയാണോ അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. പീരീഡ് നമ്പറും ബ്ലോക്കും കിട്ടാൻ എല്ലാം ഒരുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, താങ്ക് യു.